ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പോൾ നമ്മളെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ഇടാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഡെയിലി എല്ലാ ദിവസവും 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് നമ്മളെ വീഡിയോസ് വരുന്നതായിരിക്കും. പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ നല്ല രീതിയിൽ ഡൗൺ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. മാക്സിമം ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് UPIയിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പേയ്മെൻറ്റ് എല്ലാം പക്കയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ്, ഓൺലൈൻ ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറക്കാതെ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ടാപ്പ് ആൻഡ് ഏൺ എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 160 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയൊക്കെയാണ് കോയിൻസ് ഏൺ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. സോ ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഹോമിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ട് ഏണിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരു ബാനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേ ടൈമിൻ്റെ സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയൊരു സെക്ഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പെർമിഷൻ അലോ ചെയ്യുക. അതിനുശേഷം ആക്റ്റീവ് നൗ കൊടുക്കുക. അലോ പെർമിഷൻ എന്നുള്ള ഒരു ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പുതിയ ടാസ്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ടാസ്ക് നോക്കുക. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 902 കോയിൻസ് ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനാണ്, അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനാണ് അവർ കോയിൻസ് തരുന്നത്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ടാസ്കിൽ നമുക്ക് കിട്ടുന്നത് 35 കോയിൻസ് ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ടാസ്കിൻ്റെ താഴെയായിട്ട് പ്ലേ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നില്ല, വേറൊന്നുമല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളിവിടുന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്ത് വെക്കുക. ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. എന്നിട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും പ്ലേ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. മിനിമം നിങ്ങൾ 1 മിനിറ്റ് നേരെങ്കിലും അത് ഓപ്പൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എത്ര ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രയും കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത്രയ്ക്കും എളുപ്പമാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്പെഷ്യൽ ഓഫർ എന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയമണ്ട്സ് ആണ് കളക്ട് ചെയ്യേണ്ടത്. 23 ഡയമണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് കോയിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡയമണ്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്, ടാപ്പ് ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ്. 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരം കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് തന്നെ കുറച്ച് കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തതിൽ കോയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിലത്തെ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അവിടെ ഗ്രീൻ കളർ ടിക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിൽ കോയിൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡ്യൂ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം എൻ്റെ ആകുമ്പോൾ നമ്മളൊരു ആഡ് വാച്ച് ചെയ്യണം. ആ ഒരു ആഡ് വാച്ച് ചെയ്താലേ നമുക്ക് ഡയമണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു വീഡിയോൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് എന്ന് പറയട്ടെ. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയമണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗെയിമുകാരിലൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആഡ് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡയമണ്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളെ വാലറ്റിൽ ഏകദേശം ഉള്ളത് 12 ഡയമണ്ടാണ്. 23 ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഹോമിലോട്ട് വരുവാണെങ്കിൽ ഒരുപാട് കമ്പനീസിൻ്റെ ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വരുന്നത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇഷ്ടംപോലെ ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ പബ് സ്കെയിലിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെയും ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടാസ്കിനും അതിൻ്റേതായ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അതിൻ്റെ ആ ഒരു ടാസ്കിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞാലും ഒരു 2 മിനിറ്റ് നേരെങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് ട്രാക്കിംഗ് ആവുള്ളൂ.
ഈ ഒരു ടാസ്കിൻ്റെ സ്റ്റെപ്സ് ഇവിടെ താഴായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ടാസ്കിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും, സ്റ്റേ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോളോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ടെലിഗ്രാമിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ ഒരു 5 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുകയാണെങ്കിൽ ആ ഒരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ ടാസ്കിന് നമുക്ക് കിട്ടുന്നത് 50 കോയിൻസ് വെച്ചിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ സെയിം തന്നെ ബാക്കിയുള്ള ഓപ്ഷനിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും നമുക്ക് ഫേസ്ബുക്ക് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് അവർ വെബ്സൈറ്റിൽ പോവും. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കോയിൻസ് ആഡ് ആവും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാന്നുള്ളത്. ഒരാളെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 75% കമ്മീഷനാണ്. അതായത് നമ്മൾ റെഫർ ചെയ്ത ഒരു ഫ്രണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് എത്ര കോയിൻസ് ഏൺ ചെയ്യുന്നോ അതിൻ്റെ 75% നമുക്കും കിട്ടുന്നതായിരിക്കും. അതായത് കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏറ്റവും മുകളിലായിട്ട് പേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെഡീം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും UPIൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ UPI ID തെറ്റാതെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് 800 കോയിൻസ് ആണ്. 800 കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 10 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ 2000 കോയിൻസ് ഉണ്ടെങ്കിൽ 25 രൂപ, 4000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ. അങ്ങനെയാണ് വിഡ്രോൾ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ 8000 കോയിൻസ് ഉണ്ടെങ്കിൽ 100 രൂപ ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ട് വരുന്നത് ഒരു ദിവസം 500 രൂപയാണ് കേട്ടോ. അപ്പോൾ മറ്റ് ആപ്ലിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കുറഞ്ഞ കോയിൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് മറ്റു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ 10 രൂപ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 1000 മുകളിൽ കോയിൻസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ 2000 കോയിൻസ് ഒക്കെ വേണം. പക്ഷേ ഇവിടെ നമുക്ക് 800 കോയിൻസ് ആയാൽ തന്നെ 10 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഏൺ ചെയ്ത് നിങ്ങൾ വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്ത എമൗണ്ട് 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റിസീവ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.